എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ചലഞ്ചർ ആപ്പിൻ്റെ ടീച്ചിങ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും കേറ്റഡ് വോയേജ് സീരീസിലേക്ക് സ്വാഗതം. നമുക്കറിയാം കേറ്റഡ് പരീക്ഷ ഫെബ്രുവരി 21-23 തീയതിയിൽ നടക്കാൻ പോവുകയാണ്. വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ക്രാഷ് കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്, അധ്യാപകരുടെ ലൈവ് ക്ലാസ്സോടുകൂടി. അതുപോലെ നമ്മുടെ യൂട്യൂബിനെ ആശ്രയിച്ച് നിൽക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി വളരെ നല്ല രീതിയിലുള്ള റിവിഷൻ പാറ്റേൺ ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാജേശ്വരി മിസ്സിൻ്റെ മോർണിംഗ് ചലഞ്ച് വളരെ ഹിറ്റായി മാറിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് കാണാം, അതിനകത്ത് ഒരുപാട് 6-7 എപ്പിസോഡുകൾ ഇപ്പോൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അതുമാത്രമല്ല, കേറ്റഡ് വോയേജ് ഇന്നലെ മുതൽ ആരംഭിച്ചു. അതിൻ്റെ രണ്ടാമത്തെ ക്ലാസ് ഇംഗ്ലീഷാണ്. എൻ്റെ പാർട്ട് 1 ക്ലാസ്സുമായിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത്. കേറ്റഡ് വോയേജ് ഇംഗ്ലീഷ് ക്ലാസ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻസ് നമുക്കറിയാം, ഈ കേറ്റഡ് വോയേജ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ തന്നെ പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അതുമാത്രമല്ല, ക്വസ്റ്റ്യൻ മോഡൽ അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസുകൾ ഉൾപ്പെടുത്താനും തീരുമാനമുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഇംഗ്ലീഷിൽ കാറ്റഗറി 1, കാറ്റഗറി 2, കാറ്റഗറി 3 മൂന്ന് പേർക്കും ഒരുപോലെ ചോദിക്കുന്നൊരു മേഖലയാണ് റീഡിംഗ് കോമ്പ്രിഹെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ റീഡിംഗ് കോമ്പ്രിഹെൻഷൻ എങ്ങനെ ചെയ്യണമെന്നാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത്. അപ്പം നമുക്കറിയാം, കഴിഞ്ഞ തവണ ക്വസ്റ്റ്യൻ എടുത്ത് പരിശോധിച്ചവർക്കറിയാം, കാറ്റഗറി 1 റീഡിംഗ് കോമ്പ്രിഹെൻഷൻ പാസേജ് വളരെ സിമ്പിളും, രണ്ടാമത്തേൽ ഇത്തിരി കട്ടിയും, മൂന്നാമത്തിൽ വന്നപ്പോൾ നല്ല ഡിഫിക്കൽട്ട് ലെവലുമായിരുന്നു. പക്ഷേ എന്നാലും അവരവരുടെ നിലവാരം അനുസരിച്ച്, ഓരോരുത്തരുടെയും വിദ്യാഭ്യാസ യോഗ്യത അനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളതായിരുന്നു. ക്വസ്റ്റ്യൻ്റെ നിലവാരം പുലർത്തി എന്നുള്ളതാണ് സത്യം. ഓരോ കാറ്റഗറിയുടെ നിലവാരം പുലർത്തുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. അപ്പോൾ റീഡിംഗ് കോമ്പ്രിഹെൻഷൻ ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇതുപോലെ ആയിരിക്കും ചോദ്യം വരുന്നത്. റീഡ് ദ ഫോളോയിങ് പാസേജ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. ഇങ്ങനെയായിരിക്കും ചോദ്യം വരുന്നത്. അതായത് ഒരു കാറ്റഗറി 1 6 ചോദ്യങ്ങളും, കാറ്റഗറി 2 6 ചോദ്യങ്ങളും, കാറ്റഗറി 3 10 ചോദ്യങ്ങളുമാണ് വരുന്നത്. അപ്പം ഞാൻ ഈ 10 ചോദ്യങ്ങളുള്ള ഒരു കാറ്റഗറി 3 ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അതാണ് നിങ്ങളെ ചെയ്യിക്കാൻ പോകുന്നത്. അപ്പോൾ ഏറ്റവും കട്ടി തന്നെ നമുക്ക് ആദ്യം ചെയ്യാം. ഏറ്റവും എളുപ്പം ചെയ്താൽ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഏറ്റവും കട്ടി ചെയ്ത് കഴിയുമ്പോൾ അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ പിന്നെ അതിൻ്റെ താഴോട്ടുള്ള ഏത് ലെവലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പം പാസേജ് ഞാൻ വായിക്കും. പാസേജ് 2 തവണ വായിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. പാസേജ് വായിച്ച് അർത്ഥങ്ങൾ മനസ്സിലാക്കാതെ ക്വസ്റ്റ്യനിലോട്ട് പോകരുത്. ഓപ്ഷൻ വായിക്കരുത്. 2 or 3 തവണ വായിക്കാൻ പറ്റുമെങ്കിൽ വായിക്കുക. ആദ്യത്തെ വായനയിൽ തന്നെ മുഴുവൻ അർത്ഥങ്ങളും കിട്ടിയാൽ അത്രയും നല്ലത്. ഓക്കെ, എപ്പോഴും നമുക്ക് എല്ലാ ഐഡിയയും മനസ്സിലാവണമെന്നില്ല. ഒരു 45% അല്ലെങ്കിൽ ഒരു 75% കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാവുന്നതായിരിക്കും. അപ്പോൾ പാസേജിലോട്ട് പോകാം. ഇവിടെ ഞാൻ തന്നെ വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. പരീക്ഷകളിൽ സ്വയം മനസ്സിലാക്കുന്ന കാര്യമാണ്. ദ കൾച്ചർ ഓഫ് ന്യൂക്ലിയർ ഫാമിലീസ് ഈസ് ഫാഷണബിൾ. ഇന്നത്തെ കാലത്ത് ന്യൂക്ലിയർ ഫാമിലി എന്ന് പറയുന്നത് ഫാഷണബിൾ ആണ്. പേരൻസ് ആർ ഓഫൺ ഹേർഡ് കംപ്ലൈനിങ് അബൌട്ട് ദ ഡിഫിക്കൽട്ടീസ് ഓഫ് റേസിംഗ് ചിൽഡ്രൻ ദീസ് ഡേയ്സ്. അവിടെ ഏറ്റവും കൂടുതൽ പരാതി വരുന്നത് കൊച്ചുങ്ങളെ വളർത്തുന്ന ബുദ്ധിമുട്ടിനെ കുറിച്ചാണ്. ഡിമാൻഡ് ഫോർ ടു മച്ച് ഫ്രീഡം, ടു മച്ച് ഇൻഡിപെൻഡൻസ് ഡ്യൂറിങ് നൈറ്റ് പാർട്ടീസ്, എക്സസീവ് എക്സ്ട്രാവഗൻസ്, വേസ്റ്റിംഗ് പോക്കറ്റ് മണി, ദർ ഈസ് നോ ടൈം ഫോർ സ്റ്റഡീസ് ആൻഡ് ഫാമിലി. ഓൾ ദിസ് ഈസ് എ കോമൺ ക്രൈം ഓഫ് ദിസ് ടൈപ്പ് ഓഫ് ഫാമിലീസ്. ഒരുപാട് കംപ്ലൈൻറ്റുകൾ പറയുന്നുണ്ട്. അതിലൊന്ന്, കുട്ടികൾ ഒരുപാട് സ്വാതന്ത്ര്യം ആവശ്യപ്പെടുന്നു. നൈറ്റ് പാർട്ടീസ് പോകാനുള്ള സ്വാതന്ത്ര്യം, ദൂർത്തടിക്കാനുള്ള സ്വാതന്ത്ര്യം, പോക്കറ്റ് മണി വേസ്റ്റ് ചെയ്യുന്നു, പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല, ഫാമിലിയിലില്ല. ഇതൊക്കെയാണ് പൊതുവെ പറയുന്ന പരാതികൾ. അപ്പോൾ ന്യൂക്ലിയർ ഫാമിലിയുടെ കുട്ടികളെ വളർത്തുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ആർ ഇൻ ദ പേരൻസ് ദംസെൽസ് റെസ്പോൺസിബിൾ ഫോർ ദിസ് സോറി സ്റ്റേറ്റ്? ഇതിന് നമ്മുടെ പാരൻസും ഉത്തരവാദികളല്ലേ? ദ ബേസിക് നീഡ് ഓഫ് എ ഗ്രോയിങ് യൂത്ത് ഈസ് ഫാമിലി. ഒരു ചെറുപ്പക്കാരൻ്റെ ബേസിക് നീഡ് എന്ന് പറയുന്ന ഫസ്റ്റ് ഫാമിലി ആയിരിക്കണം. ലവ്, 2 ലവ്, 3 കെയർ, അല്ലെങ്കിൽ ഇത് 3 ആയിരിക്കണം ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ബോണ്ടിങ് അലോങ് വിത്ത് മോറൽ വാല്യൂസ്. നമുക്ക് മോറൽ വാല്യൂസ് വേണം. ധാർമ്മികമായ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള കുടുംബം, കെയറിങ്, ലവ്. ഇറ്റ് ഷുഡ് നോട്ട് ബി ഫൊർഗോട്ടൺ ദാറ്റ് ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. എല്ലാം വീട്ടിൽ നിന്ന് തുടങ്ങണം. മോറൽ വാല്യൂസ് ആദ്യം തുടങ്ങേണ്ടത് വീട്ടിൽ നിന്നാണ്. വീടാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് നാട്ടുകാരെ മതി എന്നുള്ള അർത്ഥം. ബോത്ത് ഇൻഡിപെൻഡൻസ് ആൻഡ് ഇൻഡിവിജ്വാലിറ്റി മസ്റ്റ് ബി റെസ്പെക്റ്റഡ് ടു മെയിൻറ്റെയിൻ ദ സാങ്ക്ടിറ്റി ഓഫ് ഫാമിലി. ഇൻഡിപെൻഡൻസും ഇൻഡിവിജ്വാലിറ്റിയും ആണ് മസ്റ്റ് ബി റെസ്പെക്റ്റഡ് ടു മെയിൻറ്റെയിൻ ദ സാങ്ക്ടിറ്റി ഓഫ് ദ ഫാമിലി. ഒരാളുടെ സ്വാതന്ത്ര്യവും അയാളുടെ വ്യക്തിത്വവും അത് റെസ്പെക്റ്റ് ചെയ്യാൻ പഠിക്കണം. അതാണ് കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ പരിശുദ്ധി എന്ന് പറയുന്നത്. ചിൽഡ്രൻ ടുഡേ മസ്റ്റ് ബി ഹാൻഡിൽഡ് ടാക്ട്ഫുള്ളി ടു ബ്രിഡ്ജ് ദ എവർ വൈഡനിങ് ജനറേഷൻ ഗ്യാപ്പ്. അതായത് തന്ത്രപരമായിട്ട് ജനറേഷൻ ഗ്യാപ്പ് പരിഹരിക്കണം. ഇപ്പോൾ അച്ഛനും മക്കളും തമ്മിലുള്ളത്, അല്ലെങ്കിൽ മക്കളും അപ്പൂപ്പനും തമ്മിലുള്ള ജനറേഷൻ ഗ്യാപ്പ് ഉണ്ട്. അത് ടാക്റ്റിക്കലായിട്ട് പരിഹരിക്കണം. ഓൺലി റീസണബിൾ ഡിമാൻഡ് ഷുഡ് ബി മെറ്റ്. പരിഹാര മാർഗ്ഗങ്ങൾ പറയുകയാണ്. അതായത്
എല്ലാ കാര്യങ്ങളും സാധിച്ചു കൊടുക്കരുത്. ആവശ്യം മാത്രം, അത്യാവശ്യ കാര്യങ്ങൾ മാത്രം സാധിച്ചു കൊടുക്കുക. ദർ ആർ ടു മെനി എക്സ്പെൻസ് ടു കവർ ആൻഡ് ടു മെനി സോഷ്യൽ ഒബ്ലിഗേഷൻസ് ടു ബി ടേക്കൺ കെയർ ഓഫ് ബൈ ദ പാരൻസ്. അതുപോലെ തന്നെ പിന്നെ മറ്റുള്ളവരല്ല ഇവരെ കൺട്രോൾ ചെയ്യേണ്ടത്, പാരൻസ് തന്നെയാണ്. അതായത് ആസ് ദർ ആർ ടു മെനി എക്സ്പെൻസ് ടു കവർ ആൻഡ് ടു മെനി സോഷ്യൽ ഒബ്ലിഗേഷൻ ടു ബി ടേക്കൺ കെയർ ഓഫ് ബൈ ദ പാരൻസ്. അവർ ആൻസിസ്റ്റേഴ്സ് ലിവ്ഡ് ഹാപ്പിലി ഇൻ ക്ലോസ് knit ഫാമിലീസ്. പണ്ട് നമ്മുടെ പൂർവികർ എങ്ങനെയാണ് ഇവിടെ ജീവിച്ചിരുന്നത്? ദൃഢമായ കുടുംബ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു അവിടെ എല്ലാവരും കൂട്ടുകുടുംബമായിട്ടാണ് ജീവിച്ചിരുന്നത്. ദ ചിൽഡ്രൻ ലവ്ഡ് ലിവിങ് വിത്ത് ദിയർ കസിൻസ്, ദേ ലേൺഡ് ടു അഡാപ്റ്റ് ദിയർ മീൻസ്. എല്ലാവരും ഒരുമിച്ച് ജീവിച്ചിരുന്നതുകൊണ്ട് അവിടെ എല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ബന്ധമുണ്ടായിരുന്നു, അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരുന്നു, പരസ്പര വിശ്വാസം ഉണ്ടായിരുന്നു. ദർ വാസ് പെർഫെക്റ്റ് ഹാർമണി ബിറ്റ്വീൻ ദ ജനറേഷൻസ്. അന്ന് തലമുറകൾ തമ്മിലുള്ള ഗ്യാപ്പില്ലായിരുന്നു. ദ കോൺസെപ്റ്റ് ഓഫ് നഴ്സിംഗ് ഹോംസ് എവർ എക്സിസ്റ്റഡ്. അന്ന് നഴ്സിംഗ് ഹോമുകളില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ശരണാലയങ്ങൾ, വൃദ്ധജനങ്ങളെ പാർപ്പിക്കുന്ന സ്ഥലങ്ങൾ. ദർ വാസ് ഡീസ് റെസ്പെക്ട് ഫോർ ദ എൽഡേഴ്സ് ഇൻ ദ ഫാമിലി. മുതിർന്നവരെ ബഹുമാനിക്കാൻ പഠിച്ചിരുന്നു. ആൻഡ് ലവ്, കെയർ ആൻഡ് കൺസേൺ ഫോർ ദ യങ്. ചെറുപ്പക്കാരോട് മുതിർന്നവർ സ്നേഹവും പരിഗണനയും കാണിച്ചിരുന്നു. ഈവൻ സ്മാൾ ഫാമിലി ഡിഫറൻസ് വെയർ റിസോൾവ്ഡ് അമിക്കലി. ചെറിയ കുടുംബ ബന്ധങ്ങൾ വരെ വളരെ സന്തോഷപൂർവ്വമായിട്ട് സംസാരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഹാർമണി, സൗഹാർദ്ദപരമായിട്ട് പരിഹരിച്ചിരുന്നു എന്നാണ് പറയുന്നത്. സോ ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം, നമ്മൾ പാസേജ് ഏകദേശം ഒരു ഐഡിയ കിട്ടി. ഇടയ്ക്ക് തിരിച്ചു പോയി പാസേജ് നോക്കാനും നമുക്ക് അവസരമുണ്ട്. അപ്പോൾ ചോദ്യം വായിച്ച് നോക്കാം. എല്ലാ ഓപ്ഷനും വായിച്ച് നോക്കാതെ ഉത്തരത്തിൽ എത്തരുത്, എല്ലാവരും ശ്രദ്ധിക്കുക. ഇതൊരു കട്ടി പാസേജ് തന്നെയാണ്. 10 ചോദ്യങ്ങൾ നമുക്കൊന്ന് ചെയ്യാം. വാട്ട് ഡസ് ദ പാസേജ് ഇംപ്ലൈ അബൌട്ട് ഫാമിലി ഡിഫറൻസസ് ഇൻ ദ പാസ്റ്റ്? പാസ്റ്റിലെ ഫാമിലി ഡിഫറൻസിനെ കുറിച്ച് പാസേജ് എന്തു പറയുന്നു? ദേ വെയർ ഇഗ്നോർഡ് ആൻഡ് അൺറിസോൾവ്ഡ്. ദേ വെയർ ഓഫൺ സെറ്റിൽഡ് ത്രൂ ആർഗ്യുമെൻറ്റ്സ്. ദേ വെയർ റിസോൾവ്ഡ് ഹാർമോണിയസ്ലി. നമുക്കറിയാം പരിഹാരം കണ്ടിരുന്നത് ഹാർമോണിയസ് ആയിട്ടാണ്. അതിനെക്കുറിച്ചാണ് പാസ്റ്റിലെ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത്. ആർഗ്യുമെൻറ്റ്സ് അല്ല, ഇഗ്നോർ ചെയ്തിരുന്നില്ല. ദേ വെയർ നെവർ അലൗഡ് ടു ഒക്കർ. സംഭവിക്കാൻ അനുവദിക്കുമായിരുന്നില്ല, അങ്ങനെയൊന്നും പറയുന്നില്ല. പ്രശ്നങ്ങൾ പണ്ടും ഉണ്ടായിരുന്നു, അത് ഹാർമോണിയസ് ആയിട്ട് പരിഹരിച്ചു. നിങ്ങൾ ഉത്തരം കണ്ടുപിടിക്കണം കേട്ടോ. ദേ വെയർ റിസോൾവ്ഡ് ഹാർമോണിയസ്ലി. അക്കോർഡിംഗ് ടു ദ പാസേജ്, ഹു ആർ റെസ്പോൺസിബിൾ ഫോർ ദ സ്റ്റേറ്റ് ഓഫ് ഫാമിലി ലൈഫ് ടുഡേ? പാസേജ് അനുസരിച്ച് ആരാണ് ഇന്നത്തെ ഈ ഇതിൻ്റെ റെസ്പോൺസിബിൾ, ഉത്തരവാദി ആരാണെന്നാണ്. ദ ചിൽഡ്രൻ ആർ ബ്ലെയിംലെസ്. പേരൻസ് ഷുഡ് ബി ബ്ലെയിംഡ്. ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ ഈസ് എ മേജർ ഹേർഡിൽ. ജനറേഷൻ ഗ്യാപ്പ് ക്രിയേറ്റ്സ് ദ റിഫ്റ്റ്. ഏറ്റവും കറക്റ്റായിട്ട് പറഞ്ഞാൽ പേരൻസ് ഷുഡ് ബി ബ്ലെയിംഡ്. പാസേജ് എന്താണ് പറയുന്നതെന്നാണ്. പാസേജ് പറയുന്നത് ഇതിന് ഉത്തരവാദികൾ പാരൻസ് തന്നെയല്ലേ എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം പാരൻസ് തന്നെ ആണ് എന്നൊരു അർത്ഥത്തിലാണ്. ഓക്കെ, നെക്സ്റ്റ്. പാരൻസ് ഷുഡ് ബി ബ്ലെയിംഡ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ പാസേജ് സ്റ്റാൻഡ്സ് ഓൺ മീറ്റിംഗ് ചിൽഡ്രൻസ് ഡിമാൻഡ്സ്? കുട്ടികളുടെ ഡിമാൻഡ്സ് മീറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് പാസേജിൽ എന്താണ് പറയുന്നത്? പ്രത്യേകം പറയുന്നുണ്ട് റീസണബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം സാധിച്ചു കൊടുക്കുക. അങ്ങനെ ഉണ്ടോ? പേരൻസ് ഷുഡ് മീറ്റ് ഓൾ ദ ഡിമാൻഡ്സ്. തെറ്റ്. ഓൾ ദ ഡിമാൻഡ്സ് എന്ന് പറയുന്നില്ല. പേരൻസ് ഷുഡ് ബി മെറ്റ് ബേസ്ഡ് ഓൺ ദ ചൈൽഡ്സ് വിഷസ്. പേരൻസ് ഷുഡ് ഇഗ്നോർ ആൾ ഡിമാൻഡ്സ്, അതും പറയുന്നില്ല. ഒൺലി റീസണബിൾ ഡിമാൻഡ് ഷുഡ് ബി മെറ്റ്, അതാണ് കറക്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒൺലി റീസണബിൾ ഡിമാൻഡ് ഷുഡ് ബി മെറ്റ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഷുഡ് ചിൽഡ്രൻ ടുഡേ ബി ഹാൻഡിൽഡ്? എങ്ങനെയാണ് ഇന്നത്തെ കുട്ടികളെ ഹാൻഡിൽ ചെയ്യുന്നത്? വിത്ത് സ്ട്രിക്റ്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ടാക്ട്ഫുള്ളി ടു ബ്രിഡ്ജ് ദി ജനറേഷൻ ഗ്യാപ്പ്, ബൈ ഗിവിംഗ് ദം കംപ്ലീറ്റ് ഫ്രീഡം, ബൈ ഡിസ്കറേജിങ് എനി ഫോം ഓഫ് ഇൻഡിപെൻഡൻസ്. അതായത് ടാക്ട്ഫുള്ളി എന്നൊരു വാക്ക് പറയുന്നത് പിള്ളേരെ ഡീൽ ചെയ്യുമ്പോൾ തന്ത്രപരമായിട്ടാണ്. ടു ബ്രിഡ്ജ് ജനറേഷൻ ഗ്യാപ്പ് പരിഹരിച്ചുകൊണ്ട് തന്ത്രപരമായിട്ട് ഹാർമോണിയസ് ആയിട്ട് പരിഗണിക്കണം. ടാക്ട്ഫുള്ളി ടു ബ്രിഡ്ജ് ദി ജനറേഷൻ ഗ്യാപ്പ് എന്നാണ് പറയുന്നത്. ഐഡൻറ്റിഫൈ ദ സെൻറ്റൻസ് ഫ്രം ദ പാസേജ് വിച്ച് സ്റ്റേറ്റ്സ് എ കീ ഫീച്ചർ ഓഫ് ഫാമിലി ലൈഫ് ഇൻ ദ പാസ്റ്റ്. ഫാമിലീസ് വെയർ ഐസൊലേറ്റഡ് ഫ്രം. ചോദ്യം മനസ്സിലായോ? ഐഡൻറ്റിഫൈ ദ സെൻറ്റൻസ് ഫ്രം ദ പാസ്റ്റ് വിച്ച് സ്റ്റേറ്റ്സ് എ കീ ഫീച്ചർ ഓഫ് ഫാമിലി ലൈഫ്. പണ്ടത്തെ കാലത്തെ ഫാമിലി ലൈഫിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഗുണം എന്തായിരുന്നു? അത് പാസേജ് എന്ത് പറയുന്നു? ഫാമിലീസ് വെയർ ഐസൊലേറ്റഡ് ഫ്രം വൺ അനദർ. ഒറ്റപ്പെട്ട് ജീവിച്ചിരുന്നു. ചിൽഡ്രൻ വെയർ ലെസ് ഇൻഡിപെൻഡൻറ്റ് ആൻഡ് മോർ ഡിപ്പെൻഡൻറ്റ് ഓൺ ദിയർ പാരൻസ്. പിള്ളേർക്ക് സ്വാതന്ത്ര്യം ഇല്ലായിരുന്നു, അവർ പാരൻസിനെ ഡിപ്പെൻഡൻ്റ് ആയിരുന്നു. ദർ വാസ് ഹാർമണി ബിറ്റ്വീൻ ജനറേഷൻ ആൻഡ് ചിൽഡ്രൻ ലവ്ഡ് ലിവിങ് വിത്ത് ദെയർ കസിൻസ്. അതാ പറയുന്നത്. പേരൻസ് നെവർ ആർഗ്യൂഡ് വിത്ത് ദെയർ ചിൽഡ്രൻ. അതൊന്നും അല്ല, ഇതാണ് കറക്റ്റ്. അവരവരുടെ കസിനോടൊപ്പം ഒക്കെ ജീവിച്ചിരുന്നു. ഒരുമിച്ച് കൂട്ടുകുടുംബത്തിൽ പരസ്പരം അക്സെപ്റ്റ് ചെയ്യാൻ അവർ തയ്യാറായിരുന്നു. നെക്സ്റ്റ്, ദെയർ വാസ് ഹാർമണി ബിറ്റ്വീൻ ജനറേഷൻസ് ആൻഡ് ചിൽഡ്രൻ ലവ്ഡ് ലിവിങ് വിത്ത് ദെയർ കസിൻസ്. അടുത്ത, വാട്ട് ഈസ് മെൻ ബൈ ദ ഫ്രേസ് ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം? എല്ലാ മോറൽ വാല്യൂസും വീട്ടിൽ നിന്ന് പഠിപ്പിക്കണം, അല്ലാതെ സ്കൂളിലല്ല പഠിപ്പിക്കേണ്ടത്. ചിൽഡ്രൻ ഷുഡ് ബി ടോട്ട് ടു ഡൊനേറ്റ്. മോറൽ വാല്യൂസ് ഷുഡ് ബി ലേൺഡ് വിത്തിൻ ദ ഫാമിലി ഫസ്റ്റ്. ഇനി ബാക്കി വായിക്കണ്ട, അതാണ് കറക്റ്റ്. മോറൽ വാല്യൂസ് ഷുഡ് ബി ലേൺഡ് വിത്തിൻ ദ ഫാമിലി ഫസ്റ്റ് എന്നാണ് പറയുന്നത്.
വാട്ട് ഈസ് എ പോസിബിൾ റീസൺ ഫോർ ദ ഡിഫിക്കൽട്ടീസ് പാരൻസ് ഫേസ് ടുഡേ? എന്താണ് പാരൻസ് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഡിഫിക്കൽട്ടീസ്, അതിൻ്റെ സാധ്യത എന്താണ്? ദ ഇൻക്രീസിംഗ് നമ്പർ ഓഫ് നഴ്സിംഗ് ഹോംസ്, പാരൻസ് ഫെയിലുവർ ടു മെയിൻറ്റെയിൻ സ്ട്രോങ് ഫാമിലി ബോണ്ട്സ് ആൻഡ് വാല്യൂസ്, ലാക്ക് ഓഫ് റിസോഴ്സ് ഇൻ മോഡേൺ സൊസൈറ്റി, ദ ഗ്രോയിങ് റെസ്പെക്ട് ഫോർ എൽഡേഴ്സ് ഇൻ സൊസൈറ്റി. ഇതാണ് കറക്റ്റ്. അതായത് ഫാമിലി ബന്ധങ്ങളും വാല്യൂസും പഠിപ്പിക്കാൻ കഴിയാതെ പോകുന്നു പാരൻസിന്, അതാണ് പറയുന്നത്. പാരൻസ് ഫെയിലുവർ ടു മെയിൻറ്റെയിൻ സ്ട്രോങ് ഫാമിലി. ദ കോമൺ കംപ്ലൈൻറ്റ് ഹേർഡ് ഫ്രം പാരൻസ് ഇൻ എ ന്യൂക്ലിയർ ഫാമിലി. ആദ്യത്തെ പാസേജ് പറയുന്നത്, ഒരാദ്യം പറയുന്ന പരാതി എന്താണ്? ചിൽഡ്രൻ ഡിമാൻഡ് ടു മച്ച് ഫ്രീഡം ആൻഡ് ഇൻഡിപെൻഡൻസ്, ചിൽഡ്രൻ സ്പെൻഡ് ടു മച്ച് ടൈം സ്റ്റഡിയിങ്, ചിൽഡ്രൻ സ്പെൻഡ് ഇനഫ് ടൈം വിത്ത് ഫാമിലി, ചിൽഡ്രൻ റെസ്പെക്ട് ദിയർ റിലേറ്റീവ്സ്. ഇതൊന്നും ഇന്നത്തെ പിള്ളേർ ചെയ്യുന്നില്ല, ഇതാണ് കറക്റ്റ്. അവർ ഒരുപാട് സ്വാതന്ത്ര്യം വേണമെന്ന് പറയുന്നു. നെക്സ്റ്റ്, വാട്ട് വാസ് ദ ജനറൽ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് എൽഡേഴ്സ് ഇൻ ദ പാസ്റ്റ്? എൽഡേഴ്സ് വെയർ ഇഗ്നോർഡ് ബൈ യങ്ങർ ജനറേഷൻസ്, എൽഡേഴ്സ് വെയർ നോട്ട് ഇൻവോൾവ്ഡ് ഇൻ ഫാമിലി ഡിസിഷൻസ്, എൽഡേഴ്സ് വെയർ ടേക്കൺ കെയർ ഓഫ് ഇൻ നഴ്സിംഗ് ഹോംസ്, എൽഡേഴ്സ് വെയർ ട്രീറ്റഡ് വിത്ത് ഗ്രേറ്റ് റെസ്പെക്ട്. ഇതാണ് പറയുന്നത്. മുതിർന്നവരെ അവർ വളരെ റെസ്പെക്റ്റോടുകൂടി പരിഗണിച്ചിരുന്നു. ലാസ്റ്റ് ചോദ്യത്തിലേക്ക് കടക്കാം. വാട്ട് ഡസ് ദ പാസേജ് റിഗാർഡ് ആസ് എ ബേസിക് നീഡ് ഫോർ ഗ്രോയിങ് യൂത്ത്? എന്താണ് ബേസിക് നീഡ്സ്, ചെറുപ്പക്കാരൻ്റെ ബേസിക് നീഡ്സ്? വെൽത്ത് ആൻഡ് മെറ്റീരിയൽ പൊസഷൻസ്, ഫ്രീഡം ആൻഡ് ഇൻഡിപെൻഡൻസ്, ഫാമിലി ലവ് കെയർ ആൻഡ് ബോണ്ടിങ്, ഇൻഡിപെൻഡൻസ് ഫ്രം പേരൻസ്. അതായത് ഇന്നത്തെ കാലത്തെ പിള്ളേരുടെ ബേസിക് നീഡ്സ് എന്തായിരിക്കണം? 3 കാര്യങ്ങളിൽ ഒതുങ്ങി നിൽക്കണം. ഫാമിലി, ലവ്, കെയർ, ഇത് 3 ആയിരിക്കണം. ബോണ്ടിങ്ങും ആയിരിക്കണം. ഓക്കെ, സോ മൈ ഡിയർ ഫ്രണ്ട്സ്, കേറ്റഡ് വോയേജ് ഇംഗ്ലീഷിൻ്റെ ഫസ്റ്റ് പാർട്ടേ ആയിട്ടുള്ളൂ. മോഡൽ ചോദ്യങ്ങളാണ്. മോഡൽ ആ പരീക്ഷയ്ക്ക് ചോദിച്ച അതേ മോഡൽ, അത് കേറ്റഡ് കാറ്റഗറി 1, 2, 3 മൂന്നിൻ്റെയും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ അതേപോലുള്ള ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നത്. കേറ്റഡ് കാറ്റഗറി 3യുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ആദ്യത്തെ പാസേജാണിത്, ഏറ്റവും നിലവാരമുള്ള പാസേജ്. ഇതിൻ്റെ താഴെ നിൽക്കൂ കേറ്റഡ് 1ഉം 2ഉം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ, ഒരുവിധം ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ഏത് പാസേജ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. കേറ്റഡ് കാറ്റഗറി 3ക്ക് 10 മാർക്കും ബാക്കി 2 6 മാർക്കും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ കഴിയും. സോ ഇനിയും ഞാൻ പാസേജുമായിട്ട് വരും. റീഡിംഗ് കോമ്പറ്റീഷൻ പഠിക്കുന്നവർക്ക് ഇതിൽ ഗുണപ്രദമായിരിക്കും. തൽക്കാലത്തേക്ക് വിടവാങ്ങുന്നു. സോ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ 15K ആക്കുക 2 മാസം കൊണ്ട്. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഉദ്ദേശം. ടീച്ചിങ് ചലഞ്ചറിൽ വളർന്നു വരുന്നുണ്ട്. നമുക്കറിയാം വലിയ മാറ്റങ്ങളാണ് ചലഞ്ചറിൽ 2 മാസത്തിനുള്ളിൽ സംഭവിച്ചത്. ഇനിയും മാറും. നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവ്വം ഇരിക്കുക. താങ്ക് യു. ബൈ ഫ്രം രഞ്ജിത്ത് ആർ കെ തഴവ.